ഈ ഒരു സുഖം ഓൾറെഡി വേറൊരാൾക്കും കിട്ടില്ല. അതായത് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വിഷ്വൽ, അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മുടെ വാലറ്റ് ജ്വല്ലറിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മുടെ വർക്ക് കാണുന്നത്. ഓൾറെഡി അത് ഫിനിഷായി കഴിഞ്ഞു, ഇന്നത്തോടുകൂടി ഫിനിഷ് ആവണം. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷ്വലാണ് നമ്മൾ ചെയ്ത വർക്കിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള വർക്കിൻ്റെയൊക്കെ വിഷ്വലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഏകദേശം നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ കാണുക. ഓൾറെഡി ഇതാണ് വിസിറ്റിംഗ് ഹോള് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഫയും വന്നിട്ടുണ്ട്. അത് നമ്മുടെ ലൈറ്റിങ്, നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ് വർക്കാണ്. അപ്പോൾ ഓൾറെഡി ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ സോഫയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഒരു ലോഗോ ഇട്ടെന്നാണ്. ഇതാണ് ശരിക്കും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതെ, മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇത് ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങിൻ്റെ ആണ്. ഓൾറെഡി ഇത്ര ലൈറ്റ്, കാരണം ഈവനിങ് വരെ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് ടൈം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മൾ പിന്നെ ബാത്റൂമിൻ്റെ വർക്കാണ് ചെയ്തത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗോൾഡിൻ്റെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ഒരു പ്യൂരിഫൈ, നമ്മുടെ ഡ്രെയിനേജ് ഉണ്ട്, അത് പ്യൂരിഫൈ ആയിട്ടാണ് ഡ്രെയിനേജ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഗോൾഡിൻ്റെ മാനുഫാക്ചറിങ് കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യുന്നവർക്ക് ഓൾറെഡി അത് കാലും കഴുകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ക്ലീനപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് പോയിട്ട് വേറെ എന്താ പറയുക, നമ്മുടെ സെപ്പറേറ്റ് ഔട്ട്ലെറ്റിലേക്ക് ചാടുന്നു. അവിടെ പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ക്ലീനപ്പ് നടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ. ഇത്രേ ഉള്ളൂ. ഇതിൽ ഷവറും കാര്യങ്ങളും ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് പിന്നെ പോകുന്നത് ഇതാണ് ഇവിടെ വർക്കിംഗ് സ്പേസ് ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് ഇത് 2 യൂണിറ്റ് ആയിട്ടാണ്. അതായത് റിച്ച് മാക്സ് എന്ന് പറയുന്ന ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്. അപ്പോൾ അവരുടെ യൂണിറ്റും അതുപോലെ തന്നെ ഇവരെ തന്നെയാണ് ഈ റിച്ച് മാക്സ് എന്ന് പറയുന്ന, അതായത് വാലത്ത് ജ്വല്ലറി, അതായത് ഗോൾഡിൻ്റെ സ്പേസ്. ഇവർ രണ്ടും ഒരേ ഒരു വ്യക്തിയുടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹോള് വർക്കാണ്, അതായത് ഇവരെ സ്റ്റാഫുകളുടെ ഒരു സ്പേസാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം ഒരു 1300-400 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വർക്ക് ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് വർക്ക് നമ്മുടെ ഒരു കോൺട്രാക്ടർ തന്നെയാണ് ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കും അല്ലറ ചില്ലറ വർക്കുകളാണ്, നമുക്ക് പ്ലംബിങ്ങുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ലൈറ്റിങ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പേസ് ഇത്രയാണ്. പിന്നെ വരുന്നത് ഓരോ ക്യാബിനുകളാണ്, അതായത് മാനേജർമാരുടെ അവരുടെ ക്യാബിനുകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാബിൻ 3 ക്യാബിനാണോ മൊത്തം വരുന്നത്. നമുക്ക് 3 ക്യാബിനാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേസുള്ള ക്യാബിൻ തന്നെയാണ്. 2 വിസിറ്റിംഗ് ആൾ വന്നാലും അല്ലെങ്കിൽ ഒരു മാനേജർ പോസ്റ്റ്, അത് 2 പേർക്ക് 3 പേർക്ക് ഇരിക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് ആ ഒരു സ്പേസിൽ വച്ചിരിക്കുന്നത്. ഏകദേശം പ്ലെയിൻ സീലിങ്ങുമാണ് വരുന്നത്. ഒരു 25ഓളം ലൈറ്റുകളും വന്നിട്ടുണ്ട് നമുക്ക് ലൈറ്റിങ്ങിൻ്റെ. ഇതാണ് മെയിനായിട്ട് അവരുടെ വാർ റൂം. അതായത് ഇവരുടെ 100 സംതിങ്ങോളം ബ്രാഞ്ചുകളുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് വിഷ്വലുകൾ, അതായത് CCTV വിഷ്വലുകളും കംപ്ലീറ്റ് വാച്ചിങ് നടക്കുന്നത് ഇവിടെയാണ്. ഇത് 24/7 വർക്കിംഗ് ഉള്ളൊരു സ്പേസാണ്. അപ്പോൾ അതിനുള്ളൊരു സ്പേസിനാണ് അതിൻ്റെ ഒരു മാനേജറിൻ്റെ പോസ്റ്റിനുള്ളതും. അതുപോലെ തന്നെ ആ ഒരു സ്പേസാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഏകദേശം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അതായത് ഇത് UPS ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടറിന് ഏകദേശം 4 ബാറ്ററിയോളം വരുന്ന ഒരു ഇൻവെർട്ടറാണ്. ഒരു 7000 കിലോ വാട്ട് വരുന്ന ഒരു ഇൻവെർട്ടറാണ്. അതുപോലെ തന്നെ ഒരു 10,000 കിലോ വാട്ട് വരുന്ന ഒരു UPSും വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്പേസ് വരുന്നത്. ഇതാണ് നമ്മുടെ DB കവർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ DB വരുന്നത് ഇവിടെ ഒരു ബേസും വരുന്നുണ്ട്. ഇതിൻ്റെ സ്പേസ് ഇത്രത്തോളമാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ബാത്റൂം വരുന്നുണ്ട്. ഓൾറെഡി ഇവിടെ മാത്രമാണ് നമുക്ക് ക്ലോസറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു യൂസേജ് വരുന്നത്. അത്യാവശ്യം സ്പേസിനുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ വർക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് ഓൾറെഡി
ഫിനിഷായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ, വർക്ക് ചെയ്യുന്നൊരു വിഷ്വലില്ല നമ്മുടെ കയ്യിലും, എന്നാലും നമ്മൾ വർക്ക് നമ്മൾ ഫിനിഷായതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങളിലായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാലും ബൈ, അടുത്ത വിഷ്വലായിട്ട് അടുത്ത വർക്കായിട്ട് കാണാം. ബൈ.